BLOമാരുടെ ദുരിതം വിവരിക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത്. വനിതാ ഉദ്യോഗസ്ഥ മേലുദ്യോഗസ്ഥനയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. അനുഭവിക്കുന്നത് വലിയ പ്രതിസന്ധി എന്നും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയുന്നില്ലെന്നും ഉദ്യോഗസ്ഥ പറയുന്നു. ഒറ്റയ്ക്ക് നടന്നാണ് എനിക്ക് ഇതുവരെ യാതൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഞാൻ നടക്കുന്നത്. ഇന്നലെ രാത്രി 10:30 വന്നത്. മിക്ക ദിവസങ്ങളും 9:30ക്കും 10 മണിക്കാണ് വരുന്നത്. ഒരു പെൺകുട്ടി എന്ന നിലയിൽ രാത്രി 8ഉം 9ഉം മണിക്കൊക്കെ നടക്കുമ്പോൾ പട്ടികളുടെ ശല്യമുണ്ട്. അതുപോലെ ആൾക്കാർ നമ്മളെ വേറൊരു രീതിയിലാണ് എന്താ ഒറ്റയ്ക്ക് ഈ സമയത്ത് ഒരു പെൺകുട്ടി നടക്കണേന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. വെളുപ്പിന് പോകുന്നുണ്ട്, ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ 1 കിലോമീറ്റർ കണക്കിന് ഉള്ളിലേക്ക് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പട്ടിണി കിടക്കുകയാണ്. പിന്നെ ഈ ഫുഡ് കൊണ്ടുപോയി പൊതിഞ്ഞ് വേറെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ല. നമുക്ക് ഈ ടാർഗറ്റ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി വീടുകൾ മാക്സിമം കാണുമ്പോൾ കൊടുത്തു തീർക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് കൊണ്ടുപോയ ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ വരികയാണ്. ഒന്ന് യൂറിനേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇല്ല. ഞങ്ങൾ പെൺകുട്ടികൾ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് ഫിനോമിനയുണ്ട്. ഇതൊന്നും അഡ്രസ് ചെയ്യപ്പെടാതെ നിങ്ങൾ പറയുന്ന പണി മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ്, ഈ BLOയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് തന്നെ അവർ അനുഭവിക്കുന്ന ആ ദുരിതങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുണ്ട്. ചിത്രം വ്യക്തമാണ്. രാവിലെ ഇറങ്ങുന്നവർ, പല വീടുകളിലും കയറി നായയുടെ ആക്രമണം നേരിടുന്നവർ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. അങ്ങനെ വലിയ ദുരിതത്തിലാണ് ഈ BLOമാർ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യക്ക് പിന്നാലെ BLOമാർ തന്നെ പ്രതിഷേധവുമായി പോകുന്നതിനിടെയാണ് ഇപ്പോൾ വനിതാ ഉദ്യോഗസ്ഥനെ തങ്ങളുടെ ദുരിതം അനുഭവിക്കുന്ന ദുരിതം പറയുന്ന ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായും പറയുന്നത് അവർ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ അവിടെ രാത്രിയിൽ പോലും ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. 9:30ക്കും 10 മണിക്കുമാണ് വീട്ടിൽ കയറി ചെല്ലുന്ന അവസ്ഥ. അങ്ങോട്ടേക്ക് തെരുവ് നായയുടെ ശല്യം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജോലിക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ദുരിതം വിവരിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് ആത്മഹത്യക്ക് പിന്നാലെ ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു ഈ ഓഡിയോ പുറത്തായത്. അതിനകത്ത് പ്രധാനമായും പറയുന്നത് അവർക്ക് പലതരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ ക്ലേശങ്ങളൊക്കെ നേരത്തെ തന്നെ പല ഉദ്യോഗസ്ഥരോടും വിവരിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് കൃത്യമായ നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ആ ഉദ്യോഗസ്ഥയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പൊതുമധ്യത്തിൽ വന്ന മറ്റൊരു പ്രതികരണത്തിലേക്കും തയ്യാറാകുന്നില്ല. നേരത്തെ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയതാണ്. എന്നിട്ട് മൂലത്തിലുള്ള ഇടപെടലോ നടപടിയോ ആരുടെയും ഭാഗത്തും ഉണ്ടായില്ല എന്നും ഈ ഉദ്യോഗസ്ഥ വിമർശിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത സാഹചര്യം. രാവിലെ BLOമാരുടെ ദുരിത കഥകൾ വിവരിച്ചുകൊണ്ട് ഒരു BLO നേരിടുന്ന ആ പ്രതിസന്ധിയെക്കുറിച്ച് മേലുദ്യോഗസ്ഥന് അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. അതാണ് 24ന്റെ പ്രേക്ഷകർ അല്പസമയം മുമ്പ് കേട്ടത്. BLOമാരുടെ ദുരിത കഥകൾ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.